ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. വരികഴികിൽ ലഹരി അടിച്ച് ബോധമില്ലാതെ കിടക്കുന്നവരെ എൻ്റെ യാത്രയിൽ കാണാറുണ്ട്. അഴുക്കുചാലിലും. പക്ഷെ അവരെ കാത്തൊരു കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നൂല് പൊട്ടിയ പട്ടം വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്നെ നിയന്ത്രിക്കാനും എന്നെ നോക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള വഴിയിലും സഞ്ചരിക്കാം, ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഉചിതമെന്ന് തോന്നി എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാക്സിമം കഷ്ടപ്പെട്ട് കഴിഞ്ഞ് വന്ന് കിടന്ന് കുളിക്കുക, കിടന്നുറങ്ങുക. അതിനിടക്ക് കുറേ നാൾ വരെ വിട്ടു നിന്നു. പിന്നെ ഓർത്തെന്തിനാണ്, നമുക്കൊരു ദുശീലം വേണ്ടേ. എന്തെങ്കിലും ഒരു പ്രാന്തൻ എന്നൊരു പേര് കിട്ടി, ആ പ്രാന്തിൻ്റെ പുറകെ അങ്ങ് പോയാക്കാന്ന് വെച്ചു. കാണുന്നവരൊക്കെ ചോദിച്ചു, നിനക്ക് കോഴി വളർത്തുണ്ടോ, മീൻ വളർത്തുണ്ടോ, പട്ടിയുണ്ടോ, പൂച്ചയുണ്ടോ? പിന്നെ അങ്ങ് രണ്ടാമത് യുവത്തിലേക്ക് തിരിഞ്ഞു. എന്താ യുവത്തി ലാഭം നിനക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാഭവും എനിക്ക് കിട്ടാറില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നഷ്ടവുമില്ല. കാരണം വളരെ കുറച്ച് സമയം ഞാൻ ഇവരവിടെ ചിലവഴിക്കുന്നു. ഒരു പാർക്കിൽ പോയി ചിലവഴിക്കുന്ന പോലെ ഹാപ്പിയായിട്ട് ഇവരൊപ്പം ചിലവഴിക്കുന്നു. കാരണം ഇവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. അത്രമേലെ ഇവരോട് പ്രണയം ഉള്ളത് കാരണമായിരിക്കും. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ, ആരുമില്ലാത്ത എന്ന അവസ്ഥയിൽ ഹാപ്പിയായിട്ട് പോകാനായിട്ട് നമുക്ക് പല വഴികൾ ദൈവം തന്നു. നല്ല വഴിയും കാണിച്ചു തന്നു, ചീത്ത വഴിയും കാണിച്ചു തന്നു. ഞാൻ സെലക്ട് ചെയ്ത വഴി മറ്റുള്ളവരുടെ മുമ്പിൽ ഇച്ചിരി മോശമാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നൊരു മാർഗ്ഗം ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ഒത്ത് ജീവിക്കുക. നമ്മൾ ഒരാളെ തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മളെ തൃപ്തിപ്പെടുത്തി വരുമ്പോൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരെ നമ്മളെ വിട്ടുപോകും. വേണ്ടപ്പെട്ടവർക്ക് ജീവിക്കുമ്പോഴോ കുടുംബം നമ്മൾക്ക് കാണത്തില്ല. അപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരിക്കലും ജീവിക്കാൻ നമുക്ക് ആർക്കും കൊണ്ട് സാധിക്കുകയില്ല. ഉള്ളിടത്തോളം ബാലൻസ് ചെയ്ത് പോവുക. എനിക്ക് ആരും ഇല്ലെന്നുള്ള, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും കുറേ വർഷങ്ങളായിട്ട് ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് ജീവിച്ചെന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ സന്തോഷം ഇതിങ്ങടൊപ്പം ഉള്ള കുറച്ച് നേരം. രാവിലെ 7 മണിക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ 8 മണിക്ക് പോകുന്നു, അല്ല 7 മണിക്ക് ഇവിടുന്ന് പോകുന്നു, തിരിച്ച് 7 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. കുറച്ച് നേരം ഇവരോട് ചിലവഴിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. അതാണ് പെറ്റ് ഫാമിങ്ങിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിൻ്റെ പുറകെ മാത്രമേ പോകാനൊക്കത്തുള്ളൂ, പണത്തിൻ്റെ പുറകെയും പോകാനൊക്കത്തുള്ളൂ. പക്ഷേ ജീവിക്കണമെങ്കിൽ കുറച്ച് നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. നമ്മുടെ ഒരു ലോകം സൃഷ്ടിക്കണം. സൗഹൃദങ്ങളും എല്ലാവരും എപ്പോഴും നമ്മുടെ ഒപ്പം കാണണമെന്നില്ല. പക്ഷേ നമ്മളെ കാത്തിരിക്കാൻ, നമ്മളെ ആശ്രയിച്ച് നിൽക്കാൻ ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അവരല്ല ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ഒരു ചെടിയെങ്കിലും നടുക, അല്ലെങ്കിൽ ഒരു മീനെ വളർത്തുക, അതല്ലെങ്കിൽ ഒരു നായക്കുട്ടിയെ പൂച്ചക്കുട്ടിയെ എല്ലാം വളർത്തുക. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് അത്യാവശ്യം കുറേ കോഴികളും കുറേ മീനുകളും കുറേ പട്ടികളും പൂച്ചകളും ആവശ്യത്തിന് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, ലോകത്ത് സന്തോഷവാനുമാണ്. ഇവരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം ശൂന്യമായിരിക്കും. ഞാൻ എന്തിനാ ജോലിക്ക് പോകണമെന്നും പോലും ഞാൻ ചിന്തിച്ചു പോകും. പക്ഷെ ഇവരൊപ്പം ഉള്ള സമയം ചെലവഴിക്കൽ ലോകത്തെ ഏറ്റവും നല്ല, എന്താ വെച്ചാൽ എന്തിനേക്കാളും വലിയൊരു ഇതാണ്. പക്ഷെ ചിലർ പറയും കള്ളുകുടിയനാണ്, കഞ്ചാവാണ്, എൻ്റെ കോലം കണ്ടില്ലേ, അവൻ മുടി വളർത്തി നടക്കുന്നു, താടി വളർത്തി നടക്കുന്നു, അവൻ പ്രാന്തനാണ്, അവനോട് സംസാരിക്കാൻ കൊള്ളത്തില്ല എന്നും പലരും നമ്മൾ കേൾക്കും. പക്ഷേ എന്ത് പറഞ്ഞാലും ആ ഒരു പേര് നമ്മളൊരിക്കലും മാറ്റാനും നോക്കരുത്. നമ്മുടെ ലോകം ഇതാണ്, നമ്മുടെ ആ ലോകത്ത് തന്നെ ജീവിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം ആര് എന്ത് പറയുന്നൊന്നുമല്ല, നമ്മൾ എന്താണോ അതനുസരിച്ച് ജീവിക്കുക. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീയായിട്ടും ഞാനായിട്ടും ജീവിക്കുക. പക്ഷെ ഒരാണിനും ഒരു പെണ്ണിനും ഒരിക്കലും ആർക്കും വേണ്ടി മാറാനൊക്കത്തില്ല. എപ്പോഴാണെങ്കിലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പുറത്തു വരും. ഈ ലോകത്ത് ലഹരി എന്ന ബോധയിൽ കിടന്ന് ബോധം കെട്ട് കഴിയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുങ്ങളെന്നുള്ളൊരു ബോധയിലേക്ക് മാറുക. ഹാപ്പിയായിട്ട് ജീവിക്കാനൊക്കും, സന്തോഷമായിട്ട് ജീവിക്കാനൊക്കും. ശരി, വീണ്ടും കാണാം.